ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായാണ് ട്രംപിന്റെ പ്രതികരണം. ബന്ദികളുടെ കൈമാറ്റത്തിൽ ഹമാസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതയും ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ 20 ദിന പദ്ധതിയിൽ ആദ്യഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ച തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കും. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇന്നും 50ഓളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇതിനാണോ ട്രംപിന്റെ അഭിനന്ദനം? അവിടുത്തെ വലിയൊരു വൈരുദ്ധ്യമാണ് ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത്. കാരണം ഇന്ന് രാവിലെ ട്രംപ് ഔദ്യോഗികമായിട്ടുള്ള ഹമാസിന്റെ പ്രതികരണം പങ്കുവെക്കുകയും യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. ഏതാണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സൈനിക കേന്ദ്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തിറക്കി. കാരണം പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ആക്രമണങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ രാത്രി അവസാനിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ 53 പേർ ഇന്ന് മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 41 പേരും കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിലാണ്. ഭക്ഷണത്തിന് വരി നിന്ന 4 പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ഈ 50-ലധികം പേർ കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കണക്ക് കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. കാരണം ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് അല്പം മുമ്പ്, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ്, ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ആക്രമണം അവസാനിപ്പിച്ച ഇസ്രായേലിന്റെ തന്റെ വക പ്രത്യേകം അഭിനന്ദനം നേരുന്നു. കാരണം താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതി പ്രയോഗവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ ബോംബാക്രമണം നിർത്തിയിരിക്കുന്നത് എന്ന് പറയുകയും വ്യാപകമായിട്ടുള്ള ബോംബാക്രമണം ഗസയിൽ തുടരുന്ന ഒരു സാഹചര്യവും ഈ വൈരുദ്ധ്യത്തെ എന്ത് പേരിട്ട് വിളിക്കുകയാണ് വേണ്ടതെന്ന് പോലും ആർക്കും, ലോക നേതാക്കൾക്ക് പോലും അറിയുന്നില്ല. പക്ഷേ എന്തായാലും ഇത് ശുഭകരമായിട്ടുള്ള നീക്കമായി തന്നെയാണ് അന്തർദേശീയ സമൂഹം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രായോഗിക നടപടികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈജിപ്തിൻ്റെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഷർമു ഷെയ്ഖിൽ തിങ്കളാഴ്ചയാണ് സാങ്കേതികമായിട്ടുള്ള സംഭാഷണം തീരുമാനിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും സംഘങ്ങൾ നാളെ ഈജിപ്തിലേക്ക് പുറപ്പെടും. ഖത്തറിൽ നിന്നുള്ള സംഘം തിങ്കളാഴ്ച രാവിലെയായിരിക്കും പുറപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് ജറാദ് കുഷ്ണറും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഷർമു ഷെയ്ഖിൽ എത്തുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച നടക്കുന്ന നിർണായകമായിട്ടുള്ള ചർച്ചയിലൂടെ ഈ ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കും. ഇപ്പോൾ ഹമാസ് അറിയിച്ചിരിക്കുന്നത് സൈനികാക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക, 2 ഗസ സിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന്, കാരണം അവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത്, അവരെ സുരക്ഷിതമായിട്ട് കൈമാറണമെങ്കിൽ അവിടെ നിന്ന് സൈനിക സാന്നിധ്യം ഒഴിവാക്കണം. അതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരിക്കും ഈ ഷർമു ഷെയ്ഖിൽ തിങ്കളാഴ്ച നടക്കുന്ന സാങ്കേതിക യോഗത്തിൽ ഹമാസ് നേതൃത്വം ഉന്നയിക്കുക. അത് ഇസ്രായേൽ സ്വീകരിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ ബന്ദി കൈമാറ്റം എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ഏതാണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഖത്തറും ഈജിപ്തും. അതെ, ആ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. നാസർ, ഈ ഇസ്രായേൽ ചാനൽ 12-ന് ഇപ്പോൾ ട്രംപ് ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ടല്ലോ, അത് പരിശോധിക്കുകയായിരുന്നു. നെതന്യാഹു ഗസയിൽ ഏറെ ദൂരം പോയി എന്നും അതിലൂടെ ഇസ്രായേലിന് നഷ്ടപ്പെട്ട അന്താരാഷ്ട്ര പിന്തുണ താൻ പുനഃസ്ഥാപിക്കുമെന്നുമൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഗസ ഉടമ്പടി ഉടൻ തന്നെ വിജയകരമാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാമല്ലേ? അവിടെ തീർച്ചയായിട്ടും. പക്ഷേ അതേസമയം തന്നെ നെതന്യാഹുവിനെ നിർത്തിക്കൊണ്ടല്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ട്രംപിനും എളുപ്പമാകില്ല. അതുകൊണ്ട് നെതന്യാഹുവിൻ്റെ പിന്തുണ കൂടി ആർജിച്ചെടുക്കുക എന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്രായേൽ ചാനൽ 12-ന് നൽകിയിരിക്കുന്ന പ്രത്യേക പ്രതികരണത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കാരണം ഗസയിൽ പരിധി വിട്ട രീതിയിൽ നെതന്യാഹു മുന്നോട്ട് പോയി അതിൻ്റെ തിക്തഫലം ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നതായിട്ട് പരോക്ഷമായിട്ടാണെങ്കിലും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ തോതിൽ ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതിയിലൂടെ നെതന്യാഹുവിന് ആ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള ഒരു വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അതുകൊണ്ട് ഈ ഒരു തൻ്റെ പദ്ധതിയോട് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കൈക്കൊള്ളണമെന്നാണ് ട്രംപ് ഈ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.